പരലോകത്തും കൂടെ നമ്മളുടെ കൂടെ കഴിയാൻ പറ്റിയ ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കണം, അതിനു പറ്റിയ തുണയെ തിരഞ്ഞെടുക്കണം. എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷ ജീവിതം നയിക്കാൻ കാരണമാവണം ഈ ബന്ധം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല സമാധാനം കിട്ടണം. ഒരു ഭാര്യക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സമാധാനം കിട്ടേണ്ടത് തൻ്റെ ഭർത്താവിനെ കൊണ്ടാവണം. ഭർത്താവിന് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും കിട്ടേണ്ടത് ഭാര്യയെ കൊണ്ടാവണം. അതാണ് ദാമ്പത്യത്തിൻ്റെ അടിത്തറ. കലർപ്പില്ലാത്ത സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, അതാണ് ദാമ്പത്യത്തിൻ്റെ അടിത്തറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ശ്രദ്ധിക്കണം, ഈ പറയുന്നത് ശ്രദ്ധിക്കണം. വമിൻ ആയാതിഹി, ഇലാഹായ റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സഹോദര സഹോദരി ശ്രദ്ധിക്കണേ. വമിൻ ആയാതിഹി, ജല്ല ജലാലായ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണയെ തുണയെ സംവിധാനിച്ചു അവൻ. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ തുണകളെ സംവിധാനിച്ചവനാണ് അല്ലാഹു. അതവന്റെ വലിയ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ലിതസ്കുനു ഇലൈഹ, ആ ഇണയിലേക്ക് നിങ്ങൾ ചായുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടണം, ആശ്വാസം കിട്ടണം, മനസ്സിന് സമാധാനമുണ്ടാവണം. എന്നിട്ടൊരു കാര്യം കൂടെ അല്ലാഹു പറയുന്നുണ്ട്. ഫജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ അല്ലാഹു പ്രത്യേകമായ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കി. പ്രത്യേകമായൊരു അനുരാഗം, സ്നേഹം, ഇഷ്ടം, പ്രണയം അല്ലാഹു അവന്റെ ഔദാര്യമായി ഇട്ടുകൊടുത്തു. ഇത് അല്ലാഹു ഇട്ടുകൊടുക്കുന്നതാണ്. ഭാര്യയോട് ഭർത്താവിനുള്ളൊരു സ്നേഹം, ഭർത്താവിന് ഭാര്യയോടുള്ളൊരു സ്നേഹം, ആ ഒരു മവദ്ദത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അത് അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പേരിൽ ഒരിക്കലും മക്കളോടോ മരുമക്കളോടോ വെറുപ്പോ പകയോ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ നാം സൃഷ്ടിച്ചു. അത് പരസ്പരം സമാധാനവും സന്തോഷവും നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്നിട്ട് പറയാ, സഹോദരി സഹോദര ശ്രദ്ധിച്ച് കേൾക്കണേ ഈ പറയുന്നത്. ഫജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹുവാണ് അവർക്കിടയിൽ വല്ലാത്ത ഒരു മവദ്ദത്ത്, ഉദ്, ഉള്ളറിഞ്ഞ ഒരു സ്നേഹം, ഒരു ഇഷ്ടം അല്ലാഹു ഇട്ടുകൊടുക്കുന്നതാണ്. അപ്പോൾ തൻ്റെ മകന്റെ വിവാഹ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച, തൻ്റെ മകന് നല്ല സൗന്ദര്യമുള്ള, നല്ല സ്വഭാവമുള്ള, എല്ലാ അർത്ഥത്തിലും ഉപകരിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് തെരഞ്ഞു നടന്ന് ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഫജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഈ മകന്റെയും മരുമകളുടെയും ഇടയിൽ വല്ലാത്ത ഒരു സ്നേഹം അല്ലാഹു ഇട്ടുകൊടുത്തതല്ലേ. അപ്പോൾ അവർ പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും വല്ലപ്പോഴും ഒരു സന്തോഷത്തിന് ഒന്ന് പുറത്തേക്കൊരു യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു തരം അസ്വസ്ഥത ഉമ്മ പ്രകടിപ്പിക്കാൻ പാടില്ല, ഉപ്പ പ്രകടിപ്പിക്കാൻ പാടില്ല. ആ ഒരു വിഷയത്തിൽ നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കണം. പലപ്പോഴും നിസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, ഖുർആൻ ഓതുന്നവർ, മറ്റ് നന്മകളിലൊക്കെ ഏർപ്പെടുന്നവർ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇവരുടെ അമല് ചോർന്നു പോകുമോ എന്ന് ആശങ്കപ്പെടുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചിലപ്പോൾ വ്യൂസിൻ്റെ എണ്ണൊക്കെ ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ വയല് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇത് അത്ര വലിയൊരു ഉഷാറ് തോന്നില്ല എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ കാര്യം ഉൾക്കൊള്ളണം. നമ്മുടെ അമല് നഷ്ടപ്പെട്ടു പോകരുത്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് സഹോദര, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് സഹോദരി. ഫജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവർക്കിടയിൽ ഉള്ളറിഞ്ഞ അനുരാഗം, സ്നേഹം, കാരുണ്യം അല്ലാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതവർ പ്രകടിപ്പിക്കും, അതവർ പ്രകടിപ്പിക്കണം. അതിൽ ഒരിക്കലും ഉമ്മയോ ഉപ്പയോ അസ്വസ്ഥരാകരുത്. സ്വന്തം മകളെ പോലെ നമ്മളുടെ മകളെ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം ചെയ്തയച്ചാൽ നിങ്ങൾ ആലോചിക്കേ, ആ മകളെ എങ്ങനെ അവർ പരിഗണിക്കണമെന്നാ നമ്മൾ ആഗ്രഹിക്കുക? എങ്ങനെയായിരിക്കും നമ്മളുടെ ആഗ്രഹം? അതുപോലെ ഒരു ബാപ്പ ഒരു ഉമ്മ അവരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി കൽബ് പറിച്ചെടുക്കുന്നത് പോലെ പറിച്ചെടുത്ത് നമ്മളുടെ വീട്ടിൽ ഒരു അമാനത്തായി ഏൽപ്പിച്ചതല്ലേ അവരെ. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത, അവരെ സ്നേഹിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? നേരെ തിരിച്ചും ഒരു വീട്ടിൽ സ്വന്തം ഉമ്മക്കും ഉപ്പക്കും ഒരു മകൾ നൽകുന്ന ആ പരിഗണനയും ആ പ്രാധാന്യവും ഭർത്താവിൻ്റെ ഉമ്മക്കും ഉപ്പക്കും കൊടുക്കാൻ ആ മകളും തയ്യാറാവണം. ഈ വിഷയത്തിലാണ് പലപ്പോഴും പല വീട്ടിലും അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത്. മആദല്ലാ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ പറച്ചിൽ വരെ നിർത്തിയോ റബ്ബേ? അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നല്ല സ്നേഹബന്ധം അല്ലാഹു നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു വിവാഹത്തിന്റെ മെയിൻ ലക്ഷ്യം മനസ്സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ടാവണം ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളൊക്കെ വിവാഹ ജീവിതം നയിച്ചവരാണ്, കുടുംബ ജീവിതം നയിച്ചവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പറഞ്ഞില്ലേ? وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ وَجَعَلْنَا لَهُمْ أَزْوَاجًا وَذُرِّيَّةً. ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലഖദ് അർസൽനാ റുസുലം മിൻ ഖബ്ലിക്. നബിയെ, നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്, പ്രവാചകരെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. അവർക്കൊക്കെ ഭാര്യമാരുണ്ട്, അവർക്കൊക്കെ മക്കളെയും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഭാര്യയുണ്ട്, മക്കളുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെ ഈസാ നബിയെ ആകാശലോകത്തേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയി. ഈസാ നബി ഇനി ഇറങ്ങി വരുന്നതാണ്, എന്നിട്ടോ വിവാഹം ചെയ്യുന്നതാണ്. ആ വിവാഹ ബന്ധത്തിൽ ഈസാ നബിക്ക് മക്കളുണ്ടാകുന്നതാണ്. ചുരുക്കത്തിൽ എല്ലാ പ്രവാചകരും ഈ കുടുംബജീവിതം നയിച്ചവരാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. അത് സമാധാനത്തിനും സന്തോഷത്തിനുമാവണം. അപ്പോൾ ഈ ഒരു ബന്ധം ഉണ്ടാവുന്നത് രണ്ടോ മൂന്നോ വാക്കുകൊണ്ടാണ്. ഈ ബന്ധം പറ്റ പൊട്ടിത്തരിപ്പണമാകുന്നതും രണ്ടോ മൂന്നോ വാക്കുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ബന്ധത്തിന്റെ ആഴവും അർത്ഥവും വ്യാപ്തിയും വളരെ വിശാലമാണെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് പെണ്ണിന്റെ ബാപ്പ ആരെയാണോ ഈ പെണ്ണിന്റെ ഭർത്താവാക്കാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ കൈ പിടിച്ച് സവ്വജുത്തുക വ അൻകഹ്തുക ബിൻതി ഫാത്തിമത ബിഹാദൽ ഹൽയി മിനൽ ദഹബി മഹറ. എൻ്റെ മകളെ ഈ മഹറിന് പകരമായി എടാ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നിട്ടോ, ഇണയാക്കി തന്നിട്ടോ എന്ന് പറഞ്ഞപ്പോ അവൻ പറയുന്നു, ഖബിൽതു മിൻക നിക്കാഹഹാ വ തസ്വീജഹാ ബിഹാദൽ മഹ്റിൽ മദ്കൂർ വറളീതു ബിഹി. നിങ്ങളുടെ മകൾ ഫാത്തിമയെ ഈ സ്വർണ്ണാഭരണത്തിന് നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു, ഞാൻ തൃപ്തിപ്പെട്ടു. ഖലാസ്. രണ്ടോ മൂന്നോ വാക്കുകൊണ്ടുണ്ടായ ബന്ധം. എടി നിന്നെ ഞാൻ 3 തൊലാക്കും ചൊല്ലടി എന്ന് പറയലോടുകൂടി ബന്ധമില്ലാതാവും. പക്ഷെ ഈ ബന്ധം നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ഒരു ആഴവും വ്യാപ്തിയും വളരെ വിശാലമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ഓരോ ഭാര്യയും ഈ വചനം ചിന്തിക്കണം, ഓരോ ഭർത്താവും ഈ വചനം ചിന്തിക്കണം. സഹോദരാ ഹുന്ന, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, ലിബാസുൽ ലക്കും, നിങ്ങളുടെ ലിബാസാണ്, നിങ്ങളുടെ ധരിച്ച വസ്ത്രമാണ്. ഏതിനാ ലിബാസ് എന്ന് പറയാ? നമ്മൾ ഇപ്പോൾ ധരിച്ച നമ്മുടെ ഈ വസ്ത്രത്തിന് മാത്രമേ ലിബാസ് എന്ന് പറയൂ. എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ ഈ ജുബ്ബയല്ലാത്ത, ഈ കമീസല്ലാത്ത പല കമീസുകളും എനിക്കുണ്ട്. പക്ഷെ അതിനെന്റെ ലിബാസ് എന്ന് പറയില്ല.
ലിബാസ് എന്നത് ഞാനിത് ധരിച്ച സമയത്ത് മാത്രമേ, ധരിക്കപ്പെട്ട വസ്ത്രത്തിന് മാത്രമേ ലിബാസ് എന്ന് പറയൂ. ഓരോ ഭാര്യയുടെയും ധരിച്ച വസ്ത്രമാണവൻ അവളുടെ ഭർത്താവ്. ഓരോ ഭർത്താവിൻ്റെയും ധരിച്ച വസ്ത്രം പോലെയാണ് ഭാര്യ. ഈ ആശയം പഠിപ്പിക്കുന്ന, ഈ വാക്ക് പഠിപ്പിക്കുന്ന ആശയങ്ങൾ എത്രയാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ധരിച്ച വസ്ത്രമാണ്, അതുപോലെയാണ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ധരിച്ച വസ്ത്രം പോലെയാണ്. ഈ ധരിച്ച വസ്ത്രം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ന്യൂനതകളും അറിയില്ലേ, എല്ലാ പോരായ്മകളും അറിയില്ലേ, എല്ലാ കുറ്റങ്ങളും കുറവുകളും നമ്മളുടെ ധരിച്ച വസ്ത്രം അറിയില്ലേ. പക്ഷേ അത് ചെയ്യുന്ന ബാധ്യത എന്താ? മറ്റുള്ളവരുടെ മുന്നിൽ ഈ പോരായ്മകളൊന്നും കാണിക്കാതെ മറച്ചു വെക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തമല്ലേ നമ്മളുടെ ഈ ധരിച്ച വസ്ത്രം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാര്യയും ഭർത്താവിന്റെ പോരായ്മകൾ പരമാവധി മറച്ചു വെക്കണം. ഒരാളോടും ന്യൂനതകൾ പറയാതെ ശ്രദ്ധിക്കണം. ഇത് ഭാര്യയുടെ ബാധ്യതയാണ്. അതുപോലെ ഭർത്താവ് ശ്രദ്ധിക്കണം. എന്തെങ്കിലും പോരായ്മകൾ ഭാര്യയിലുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ അല്ല എങ്കിൽ തന്നെയും പരമാവധി ആ പോരായ്മ മറ്റൊരാളും അറിയാതെ മറച്ചു വെക്കണം. അത് ഇവർ തമ്മിലുള്ള ബാധ്യതയാണ്. പിന്നെ വസ്ത്രം, നമ്മുടെ വസ്ത്രമല്ലേ പലപ്പോഴും നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ആശ്വാസമാകുന്നത് നമ്മുടെ വസ്ത്രമാണ്. അതിശക്തമായ തണുപ്പുള്ളപ്പോൾ നമുക്ക് ആശ്വാസമാകുന്നത് നമ്മുടെ വസ്ത്രമാണ്. നമ്മുടെ വസ്ത്രം നമ്മൾ തെരഞ്ഞെടുത്തതാണ്. തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറ്റവും കുറവും പറയല്ല, ആ കുറ്റവും കുറവും നോക്കി നടക്കല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് ബുദ്ധി. ഇതൊക്കെ ഈ ആശയം ഈ വചനത്തിൽ, ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിലയിലൊക്കെയാണ് ഭാര്യ ഭർത്തൃ ബന്ധമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിക്കാത്തവർ ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, തൻ്റെ ഇണ ഈ നിലയിലുള്ളതാവണം. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അതിനാവശ്യമായ അന്വേഷണങ്ങൾ നടത്തണം. ഇൻഷാ അല്ലാഹ്